An atom consists of protons, neutrons, and electrons. The central mass of an atom is made up of protons and neutrons, and electrons revolve in orbits. The number and arrangement of protons, neutrons, and electrons in an atom determine the physical, chemical, and electrical properties of an element. അതായത് ഒരു ആറ്റം നോക്കിയാൽ അതിൽ പ്രധാനമായിട്ട് 3 കണികകളാണ് ഉള്ളത്: പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. അതിൽ തന്നെ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒരു ആറ്റത്തിൻ്റെ നടുവിലാണ് കാണുക. അന്നേരം ഈ പ്രോട്ടോണും ന്യൂട്രോണും ചേർന്നിരിക്കുന്ന ആ ഭാഗത്തിനാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അതിന് ചുറ്റുമാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത്. അന്നേരം ഈ ഒരു അറ്റോമിക് സ്ട്രക്ചർ, ഇതിനാണ് അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ അറ്റോമിക് സ്ട്രക്ചറാണ് ഒരു എലമെൻറ്റിൻ്റെ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് തീരുമാനിക്കുന്നത്. Atomic structure of carbon and copper are not same, and this is the reason the properties of carbon and copper are different. കാർബണും കോപ്പറും ഒരേ രീതിയിലല്ല ബിഹേവ് ചെയ്യുന്നത്. അതിന് കാരണം അതിൻ്റെ അറ്റോമിക് സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ കോപ്പർ ആറ്റത്തിൻ്റെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിച്ചിട്ടുണ്ട്. ഇതിന് നടുവിലുള്ള ഭാഗമാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉള്ളത്. അതിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുകയാണ്. ഇതാണ് ഒരു കോപ്പർ ആറ്റത്തിൻ്റെ അറ്റോമിക് സ്ട്രക്ചർ. Atomic particles found inside the nucleus of an atom are called nucleons. They are the protons and the neutrons. ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന പാർട്ടിക്കിൾസിന് പറയുന്ന പേരാണ് ന്യൂക്ലിയോൺസ്. ന്യൂക്ലിയോൺസ് അന്നേരം ഉൾപ്പെടുന്നത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ആണ്. പ്രോട്ടോൺസ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. എന്നാൽ ന്യൂട്രോൺസിന് ചാർജ് ഇല്ല. ദേ ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ. Atomic mass of an element is the number of nucleons in its atom. ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ന്യൂക്ലിയോൺസ് അതിലുണ്ട് എന്നുള്ളത് കണക്കാണ്. ഇനി അടുത്തത് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ ഈസ് ഡിഫൈൻഡ് ആസ് ദി നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം. ഒരു എലമെൻറ്റിൻ്റെ ഉള്ളിൽ എത്ര പ്രോട്ടോൺ ഉണ്ട് എന്നുള്ളതാണ് അറ്റോമിക് നമ്പർ. For a neutral atom, the number of protons is equal to the number of electrons. പ്രോട്ടോൺസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്, ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഒരു ന്യൂട്രൽ ആറ്റം നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും തുല്യമാണ്. ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ -1.6 × 10⁻⁻19 കൂളംബ്. അതായത് ചാർജിൻ്റെ യൂണിറ്റ് കൂളംബാണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് -1.6 × 10⁻⁻19 കൂളംബ്. ചാർജ് ഓഫ് എ പ്രോട്ടോൺ +1.6 × 10⁻⁻19 കൂളംബ്. ഒരു എലമെൻറ്റിൻ്റെ കെമിക്കൽ സിമ്പലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ എക്സ് എന്ന് പറഞ്ഞ എലമെൻ്റ് ആണ്. അതിൻ്റെ അറ്റോമിക് മാസ് എ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. അതേപോലെ സെഡ് ലെറ്റർ സൂചിപ്പിക്കുന്നത് അതിൻ്റെ അറ്റോമിക് നമ്പറാണ്. ഒരു അറ്റോമിക് മാസ് എ വെച്ചിട്ട് സൂചിപ്പിക്കുന്നത് പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസ്, അതായത് നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ആണ് എ വെച്ച് സൂചിപ്പിക്കുന്നത്. സെഡ് റെപ്രസെൻറ്റ്സ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. An electron is negatively charged and very tiny and nearly massless particle. The electric charge of an electron is 1.602 × 10⁻⁻19 coulombs. The mass of an electron is 9 × 10⁻31 kilogram. The charge to mass ratio of an electron is 1.602 × 10⁻⁻90 divided by 9 × 10⁻31 or 1.71 × 10⁻11 കൂളം പെർ കിലോഗ്രാം. അതായത് ഒരു ഇലക്ട്രോണിൻ്റെ മാസും അതേപോലെ അതിന് ഉള്ള ചാർജും കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചാർജ് മാസിനേക്കാൾ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രോൺ മാഗ്നറ്റിക് ഫീൽഡും അതേപോലെ ഇലക്ട്രിക് ഫീൽഡിലും ഒക്കെ വളരെയധികം സ്വാധീനിക്കപ്പെടുന്ന ഒരു പാർട്ടിക്കിളാണ്. The electrons in the last orbit, which also determines mainly the electrical properties of an element, are known as valence electrons.
അതായത് ഒരു ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്നുള്ളതാണ് ഒരു എലമെൻറ്റിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് തീരുമാനിക്കുന്നത്. ആ ഇലക്ട്രോൺസിന് പറയുന്ന പേരാണ് വാലൻസ് ഇലക്ട്രോൺസ്. The valence electrons possess more energy than the other electrons. By electrical conductivity, the elements are divided into three groups. അതായത് ഒരു എലമെൻറ്റിന് എത്രത്തോളം ഇലക്ട്രിസിറ്റീനെ കടത്തിവിടാൻ കഴിയുന്നതനുസരിച്ച് എലമെൻസിനെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. All metallic substances are good conductors of electricity. If we observe the electronic configuration of any metal element, we will find that it has less than 4 electrons in its outermost shell. അപ്പോൾ എല്ലാ മെറ്റലുകളും ഇലക്ട്രിസിറ്റീൻ്റെ ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. അലുമിനിയത്തിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ അതിന് 3 വാലൻസ് ഇലക്ട്രോൺ ആണുള്ളത്. മഗ്നീഷ്യത്തിൻ്റെ കേസിലാണെങ്കിൽ 2 വാലൻസ് ഇലക്ട്രോൺ, കോപ്പറിൻ്റെ കേസിൽ 1 വാലൻസ് ഇലക്ട്രോൺ. ഇനി അടുത്തത്, when the number of valence electrons in an element is 4, the properties of such materials are in between metallic and non-metallic. അതായത് വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 4 ആണെങ്കിൽ, അതായത് മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും ഇടയിലുള്ള ഒരു സ്വഭാവമാണ് അത്തരം എലമെൻറ്റ്സ് കാണിക്കുക. അതായത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റീൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ കണ്ടക്ടേഴ്സിൻ്റെ ഇൻസുലേറ്റേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയാണ് അത്തരം എലമെൻറ്റ്സ് കാണിക്കുക. ഇത്തരം എലമെൻറ്റ്സിനെയാണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. കാർബൺ, സിലിക്കൺ ആൻഡ് ജെർമേനിയം ആർ സെമി കണ്ടക്ടർ എലമെൻറ്റ്സ്. When the number of valence electrons in the atom is more than 4, the element behaves as a bad conductor of electricity, അല്ലെങ്കിൽ ഇൻസുലേറ്റർ ആയിട്ട് ബിഹേവ് ചെയ്യും. വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 4-ൽ കൂടുതലാണെങ്കിൽ അതൊരു ഇൻസുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. Materials made of those elements are called insulator or insulation materials. എക്സാമ്പിൾ ആയിട്ട് നൈട്രജൻ, സൾഫർ, നിയോൺ. നൈട്രജന് 5 വാലൻസ് ഇലക്ട്രോൺ ആണുള്ളത്, സൾഫറിന് 6, നിയോണിന് 8. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് നമുക്ക് വരയ്ക്കാൻ പറ്റുക? ഇവിടെ എഴുതിയിട്ടുണ്ട്, ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ദി nth ഓർബിറ്റ് ഈസ് 2n². അതായത് n എന്ന് പറയുന്ന ഓർബിറ്റിൽ 2 × n² നമ്പർ ഓഫ് ഇലക്ട്രോൺസേ മാക്സിമം നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ. ഒരു ഉദാഹരണം ഇവിടെ കാണിക്കുകയാണ്. കോപ്പർ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ 29 ആണ്. ഇതിൻ്റെ അറ്റോമിക് മാസ് 64 ആണ്. അന്നേരം നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത് എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അതാണ് അറ്റോമിക് നമ്പർ സൂചിപ്പിക്കുന്നത്, 29. അറ്റോമിക് മാസ് 64 ആണ്. അറ്റോമിക് മാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്, അതായത് പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും കൂട്ടിയെടുത്താലാണ് അറ്റോമിക് മാസ് കിട്ടുക. അത് 64 ആണ്. അന്നേരം പ്രോട്ടോൺസ് 29 ആണ്. അന്നേരം ന്യൂട്രോൺസ് 64 - 29 ആണ്, 35. അത് ന്യൂക്ലിയസിലാണ് വരിക, പ്രോട്ടോൺസും ന്യൂട്രോൺസും. ഇനി ഇലക്ട്രോൺസ് ഷെല്ല്, അതായത് ഓർബിറ്റ്സിലാണ് കാണുക. ഷെല്ല് അല്ലെങ്കിൽ ഓർബിറ്റ്സ്, അതിലാണ് ഇലക്ട്രോൺസ് കാണപ്പെടുക. ആദ്യത്തെ ഓർബിറ്റിൽ 2 × 1², അതായത് മാക്സിമം 2 ഇലക്ട്രോൺസ് വരുള്ളൂ. രണ്ടാമത്തെ ഓർബിറ്റിൽ 2 × 2², 2 × 2², അതായത് 8 ഇലക്ട്രോൺസ് ആണ് മാക്സിമം വരിക. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ തേർഡ് ഓർബിറ്റ് 2 × 3² = 18. മൂന്നാമത്തെ ഓർബിറ്റിൽ മാക്സിമം വരിക 18 ഇലക്ട്രോൺസ് ആണ്. ഇതിപ്പോൾ 3 ഓർബിറ്റ്സിലെയും ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂട്ടിയാൽ 2 + 8 + 18 28. നാലാമത്തെ ഓർബിറ്റിൽ 2 × 4² ഇലക്ട്രോൺസ് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. പക്ഷേ അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നോക്കുകയാണെങ്കിൽ 29 ഉള്ളൂ. 3 ഓർബിറ്റ്സിൽ തന്നെയായിട്ട് 28 തന്നെ ആയിട്ടുണ്ട്. ലാസ്റ്റ് ഓർബിറ്റിൽ 1 ഇലക്ട്രോണേ വരുള്ളൂ.
വാലൻസ് ഇലക്ട്രോൺ അല്ലെങ്കിൽ വാലൻസ് ഷെൽ അല്ലെങ്കിൽ വാലൻസ് ഓർബിറ്റിൽ ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ആണ് അവിടെ. അതുകൊണ്ട് തന്നെ കോപ്പർ ഒരു ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഇനി അതേ രീതിയിൽ സിലിക്കൺ, ജെർമേനിയം സെമി കണ്ടക്ടേഴ്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അറ്റോമിക് നമ്പർ ഓഫ് സിലിക്കൺ 14 ആണ്, അറ്റോമിക് മാസ് 28 ആണ്. 14 പ്രോട്ടോൺസ് 14 ഇലക്ട്രോൺസ് ഉണ്ടാവും, 14 ന്യൂട്രോൺസും ആയിരിക്കും സിലിക്കൺ ആറ്റത്തിൽ ഉണ്ടാവുക. 14 പ്രോട്ടോൺസും 14 ന്യൂട്രോൺസും സിലിക്കൺ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലാണ് കാണുക. ബാക്കി 14 ഇലക്ട്രോൺസ് ഓർബിറ്റ്സിൽ റിവോൾവ് ചെയ്യുകയാണ് ചെയ്യുക. ഏറ്റവും ആദ്യത്തെ ഓർബിറ്റിൽ നോക്കുകയാണെങ്കിൽ 2 ഇലക്ട്രോൺ കാണും, രണ്ടാമത്തെ ഓർബിറ്റിൽ നോക്കുകയാണെങ്കിൽ 8, മൂന്നാമത്തേൽ 2 × 3², അതായത് 18 ഇലക്ട്രോൺസ് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. പക്ഷെ സിലിക്കണിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 2 + 8 2 ഷെല്ലിലും കൂടി ആയിട്ട് തന്നെ 10 ആയി. പിന്നെ മൂന്നാമത്തെ ഷെല്ലിൽ 4 ഇലക്ട്രോണിൻ്റെ ആവശ്യമുള്ളൂ. മൂന്നാമത്തെ ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക. 4 ഇലക്ട്രോൺസ് വരുമ്പോൾ ഇത് സെമി കണ്ടക്ടറാണ്. ജെർമേനിയത്തിൻ്റെ കേസിലാണെങ്കിലും അങ്ങനെ തന്നെ. ഇവിടെ അറ്റോമിക് നമ്പർ 32 ആണ്. നേരെ 2, 8, 18, 4. 2 + 8 + 18 + 4 = 32. 32 ഇലക്ട്രോൺസ് ആണ് ജെർമേനിയത്തിലുള്ളത്. വാലൻസ് ഇലക്ട്രോൺസ് 4 എണ്ണമാണ്. അതുകൊണ്ട് തന്നെ ജെർമേനിയവും ഒരു സെമി കണ്ടക്ടറാണ്.